ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് S3യുടെ ഫ്ലൂയിഡ് മെക്കാനിസം മെഷീനറി ആണ് 2024 സ്കീം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിലബസ്. 4 മൊഡ്യൂൾസ് വെച്ചിട്ടാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൻ്റെ ഇതാണ് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി, സ്പെസിഫിക് വെയിറ്റ്, അങ്ങനെ ഓരോന്നിൻ്റെ ഡെഫിനിഷൻസ്. ആദ്യം നോക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരു റേഷ്യോ ആണ്. അതായത് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ദി ഡെൻസിറ്റി ഓഫ് റെഫറൻസ് സബ്സ്റ്റൻസ്. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ ഈ പിക്ചർ കണ്ടോ? ഈ പിക്ചർ ഒരു സബ്സ്റ്റൻസ് വാട്ടറിൽ സിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കേസിൽ വാട്ടർ എന്നുള്ള ഒരു മീഡിയമാണ് റെഫറൻസ് സബ്സ്റ്റൻസ് ആയിട്ട് പറയുന്നത്. ഈ ഒരു ബ്ലോക്കാണ് സബ്സ്റ്റൻസ് ആയിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡെൻസിറ്റികളുടെ റേഷ്യോസിനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സബ്സ്റ്റൻസ് ഹെവിയർ ദാൻ വാട്ടർ ആണ്. അതായത് വാട്ടറിൽ ആ സബ്സ്റ്റൻസ് വാട്ടറിൻ്റെ ഡെൻസിറ്റി വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് മറ്റേ സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് വാട്ടറിൽ അത് സിങ്ക് ആവും, സബ്സ്റ്റൻസ് സിങ്ക് ആവും. ഇഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ലെസ് ദാൻ 1 ആണെങ്കിൽ സബ്സ്റ്റൻസ് ലൈറ്റർ ആണെന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിൽ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇപ്പോൾ പെട്രോളിൻ്റെ ഒക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 0.7 ഒക്കെയാണ്. ആ 0.7 എന്ന് പറയുമ്പോൾ 1-നെക്കാട്ടും ചെറുതായതുകൊണ്ട് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും പെട്രോൾ. അയണിൻ്റെ ഒക്കെ നോക്കുമ്പോൾ 7.8 ആണ്, വളരെ കൂടുതലാണ്. ഹ്യൂമൻ ബോഡിയൊക്കെ നോക്കുമ്പോൾ 0.98 ആണ്, 1-നെക്കാട്ടും ചെറുതാണ്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആള് മരിച്ചൊക്കെ പോകുമ്പോൾ ഫ്ലോട്ട് ചെയ്യുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ യൂസ് എന്ന് പറയുകയാണെങ്കിൽ ഈ കെമിക്കൽ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാനായിട്ട്, പിന്നെ ഈ പാല്, ജ്യൂസ്, ബിവറേജസ് അതിൻ്റെയൊക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട്, ബാറ്ററി ഇലക്ട്രോലൈറ്റ് ചാർജ് ലെവലൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്, പിന്നെ ഓയില്, പെട്രോളിയം അതിൻ്റെയൊക്കെ ക്വാളിറ്റി കൺട്രോൾ വേണ്ടിയെല്ലാം ഇത് മെഷർ ചെയ്യാറ്. അപ്പോൾ ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റിയെ കുറിച്ച് പറയാനായിട്ട്. നെക്സ്റ്റ് എന്നുള്ളത് സ്പെസിഫിക് വെയിറ്റ് ആണ്. അതിൻ്റെ ഒരു സിമ്പിള് മ്യൂ എന്നുള്ളൊരു സിമ്പിളാണ്. ഇറ്റ് ഈസ് ദ വെയിറ്റ് പെർ യൂണിറ്റ് ബോഡി ഓഫ് ദ സബ്സ്റ്റൻസ്. അതായത് വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്, mg. ഇതെന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ് ആണ്. അതെന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി എന്നുള്ളത് വരും. ഇതിൻ്റെ SI യൂണിറ്റ്, മറ്റേതിന് യൂണിറ്റ് ഇല്ല. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല, കാരണം ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി ആണ്. അപ്പോൾ യൂണിറ്റ് വയ്ക്കുമ്പോൾ ക്യാൻസൽ ആയി പോകും. ഈ സ്പെസിഫിക്കിന് യൂണിറ്റ് ഉണ്ട്, കാരണം ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി ആണല്ലോ. അപ്പോൾ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. എയർ സ്പെസിഫിക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 12 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ഒക്കെ വരും. വാട്ടറിനാണ് മോർ സ്പെസിഫിക് വെയിറ്റ് ഉള്ളത്, കൂടുതൽ സ്പെസിഫിക് വെയിറ്റ് ഉള്ളത്. സ്മോൾ ഹൈറ്റിൽ ഈവൻ ലാർജ് പ്രഷർ ജനറേറ്റ് ചെയ്യും വാട്ടർ തന്നെ. ചെറിയൊരു ഹൈറ്റിൽ തന്നെ ലാർജ് പ്രഷർ ഉണ്ടാവും വാട്ടറിൻ്റെ കേസിൽ. ഇത് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ ഡിസൈന്, വാട്ടർ ടാങ്ക് പ്രഷർ കാൽക്കുലേഷൻ, പിന്നെ ഹൈഡ്രോളിക് പ്രസ്, ബയോൺസി, പൈപ്പ് ഫ്ലോ ആൻഡ് നോസിൽ ഡിസൈൻ, അങ്ങനെയുള്ള റിയൽ ലൈഫ് സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഇത് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ഫ്ലൂയിഡ്സ് കമ്പയർ ചെയ്യാൻ, അതായത് ഗ്രാവിറ്റിയുടെ ഒരു ഇതിൽ ഡിഫറെൻറ്റ് ഫ്ലൂയിഡ്സ് കമ്പയർ ചെയ്യാനും സ്പെസിഫിക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ ഈ മെയിൻ പോയിന്റ്സ് എല്ലാം ഓർത്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ നല്ല രീതിയിൽ കുറച്ചും കൂടെ പോയിന്റ്സ് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അങ്ങനെ ആഡ് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ട് മനസ്സിലാക്കി ഈ പോയിന്റ്സും കൂടെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം ആണ്. V ആണ് സിമ്പിൾ. V എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലിനെയാണ് പറയുന്നത്. അതുകൊണ്ട് യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം എന്ന് പറയും. നമ്മൾ തെർമോഡൈനാമിക്സിൽ
പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ റിലേറ്റ് ചെയ്തുള്ള പ്രോപ്പർട്ടീസിലെല്ലാം ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഗ്യാസ് ലോസ്, സ്റ്റീം ടേബിൾസ്. സ്റ്റീം ടേബിൾ ഇനി പഠിക്കാനായിട്ട് വരും നിങ്ങൾക്ക്. ഫ്ലൂയിഡ് ഫ്ലോ അവിടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണിത്. പിന്നെ സ്പെസിഫിക് വോളിയമിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ, അതായത് 1 കിലോഗ്രാം സബ്സ്റ്റൻസിൽ എത്ര വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നു എന്ന സംഭവമാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. യൂണിറ്റൊക്കെ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. പിന്നെ ഗ്യാസുകളുടെ സ്പെസിഫിക് വോളിയം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ വാല്യൂ ആണ്. അതുകൊണ്ട് 1 കിലോഗ്രാം എന്ന് പറയുന്നത് വലിയ സ്പേസ് ആയിട്ട് തന്നെ സ്പ്രെഡ് ആവും. വാട്ടറിന്റെ സ്പെസിഫിക് വോളിയം എന്നൊക്കെ പറയുന്നത് ചെറിയൊരു വാല്യൂ ആണ്. അതുകൊണ്ട് വാട്ടർ ഓൾമോസ്റ്റ് ഇൻകംപ്രസിബിൾ ആയിരിക്കും. പിന്നെ it helps find density changes when temperature or pressure vary. അതായത് ടെമ്പറേച്ചറും പ്രഷറും വേരി ചെയ്യാൻ നേരത്ത് ഡെൻസിറ്റി ചേഞ്ചസ്, ഹെൻസ് ഫൈൻസ് ഡെൻസിറ്റി ചേഞ്ചസ്. ടെമ്പറേച്ചറും പ്രഷറും വേരി ചെയ്യാൻ നേരത്ത് ഡെൻസിറ്റിക്ക് എന്ത് ചേഞ്ച് വരുന്നു എന്നുള്ളതിൻ്റെ ഇതെല്ലാം ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീം ടർബൈൻ്റെ ബ്ലേഡ് ഡിസൈനിങ്ങിൻ്റെ ഒക്കെ കേസിൽ, പിന്നെ കംപ്രസർ കാൽക്കുലേഷൻസിൽ, പമ്പിൻ്റെ മാസ് ഫ്ലോ റേറ്റ്, പിന്നെ ഗ്യാസ് ലോസ് ആൻഡ് തെർമോഡൈനാമിക്സിലുണ്ട്, റെഫ്രിജറേഷൻ സൈക്കിൾ. അതൊക്കെയാണ് ഒരു ഇൻഡസ്ട്രിയിൽ യൂസ് വരുന്ന ഈ സ്പെസിഫിക് വോളിയം മെഷർ ചെയ്യുന്നത്. അടുത്തെന്ന് പറയാനായിട്ട് ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് മ്യൂ ആണ്. മറ്റേ സ്പെസിഫിക് വെയിറ്റ് എന്നുള്ളത് ന്യൂ ആണ്. ഇത് ഡൈനാമിക് വിസ്കോസിറ്റി എന്നുള്ളത് മ്യൂ ആണ്. ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് ദാറ്റ് റെസിസ്റ്റ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ലെയർ. അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ സ്റ്റിക്കിനെസ് അല്ലെങ്കിൽ തിക്നെസ്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്റേണൽ ഫ്രിക്ഷൻ എത്ര എമൗണ്ടിലുണ്ടോ ഒരു ഫ്ലൂയിഡിൽ, അതിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതായത് എത്രമാത്രം തിക്കാണ് അല്ലെങ്കിൽ എത്രമാത്രം ഒരു സ്റ്റിക്കി നേച്ചർ ആണ് ഇത് ഫ്ലൂയിഡ്, അതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഫോർമുല. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ഡി യു ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ സെക്കൻഡ് എന്ന് പറയാം. CGS-ലാണെങ്കിൽ പോയിസ് 1 പോയിസ് ഈക്വൽ ടു 0.1 പാസ്കൽ സെക്കൻഡ്. പിന്നെ ഹയർ വിസ്കോസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡ് ആണെങ്കിൽ അതിന് ഗ്രേറ്റർ റെസിസ്റ്റൻസ് ആയിരിക്കും ഫ്ലോയ്ക്ക്. അതിൻ്റെ ഫ്ലോയിന് ഗ്രേറ്റർ റെസിസ്റ്റൻസ് കിട്ടും. ലോ വിസ്കോസിറ്റി ആണെങ്കിൽ ഫ്ലൂയിഡ് പെട്ടെന്ന് പോകും. അതായത് നമ്മളിപ്പോൾ ഒരു തേൻ ഒരു ഇൻക്ലിനേഷൻ ചെയ്ത ഒരു സർഫസിലൂടെ നമ്മൾ ഒഴുക്കുന്നു. അതിൻ്റെ പാരലായിട്ട് വേറൊരു വാട്ടർ ഒഴുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം ആ തേനും വാട്ടറും തമ്മിൽ കമ്പയർ ചെയ്യാൻ നേരത്ത് ഒരു തിക്നെസ് ഡിഫറൻസ് ഉണ്ട്. തേനിനായിരിക്കും കൂടുതൽ സ്റ്റിക്കി നേച്ചർ കാണുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഇൻക്ലിനേഷൻ സർഫസിൽ നിങ്ങൾ തന്നെ വേണമെന്ന് ഫ്ലോ ചെയ്യിപ്പിച്ച് നോക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് അതായത് അടിയിൽ ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്യുന്നത് വാട്ടർ ആയിരിക്കും. അതായത് വാട്ടറിന് ഫ്ലോ ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ട് ഹണീനെക്കാട്ടും സ്പീഡ് കൂടുതൽ വാട്ടറിനായിരിക്കും. ഹണി വാട്ടർ എത്തിക്കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും എത്തുന്നത്. അതുകൊണ്ട് ഹണിയുടെ റെസിസ്റ്റൻസ് കൂടുതലാണ്. ഫ്ലോയ്ക്കുള്ള റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ടെമ്പറേച്ചർ വിസ്കോസിറ്റി റിലേഷൻ നോക്കുവാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. അത് ലിക്വിഡ്സിൻ്റെ കേസിൽ. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടും. അത് ഗ്യാസസിൻ്റെ കേസിൽ. ഇതിലുള്ള ഇക്വേഷൻ ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈനെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ന്യൂട്ടൺ ലോ ആണത്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ ആണത്. അതിൽ ഡി യു ബൈ ഡി വൈ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അതായത് വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഷിയർ റേറ്റിനെയാണ്. അതായത് ഒരു ഫ്ലൂയിഡ് ഒരു ഡയറക്ഷനിലോട്ട് ഒഴുകുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫ്ലോ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയുടെ റേറ്റിനെ അല്ലെ വെലോസിറ്റിയുടെ ആ ചേഞ്ചസിനെ കാണിക്കുന്ന അതിൻ്റെ റേറ്റിനെയാണ് വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ സിലബസിൽ ലാസ്റ്റ് വന്ന പ്രോപ്പർട്ടിയാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പോൾ ഞാൻ സിമ്പിൾ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതാണ് ന്യൂ എന്ന് പറയുന്നത്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈ വി പോലെയുള്ള ഒരു സംഭവം, അതാണ് ന്യൂ എന്ന് പറയുന്നത്. ഡൈനാമിക് വിസ്കോസിറ്റി ഇത് മ്യൂ എന്ന് പറയും. സ്പെസിഫിക്കിന് ഇത് ഗാമയാണ് കേട്ടോ, ഗാമയാണ്. ഓക്കെ, അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി ന്യൂ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ടു ദ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. അതായത് നേരത്തെ പറഞ്ഞ ഡൈനാമിക് വിസ്കോസിറ്റിയും ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെയാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഈ ന്യൂ ഈസ് ഈക്വൽ ടു മ്യൂ, നേരത്തെ ഡൈനാമിക് വിസ്കോസിറ്റി സിമ്പിൾ മ്യൂ ആയിരുന്നു. അപ്പോൾ മ്യൂ ബൈ റോ, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. ഓരോന്നിൻ്റെയും യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അത് ഇതിൻ്റെ യൂണിറ്റ്സിൻ്റെ റേഷ്യോ എടുത്ത് നമ്മൾ ക്യാൻസൽ ചെയ്ത് വരാൻ നേരത്ത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നുള്ളത് കിട്ടും. CGS യൂണിറ്റ് നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയാറുണ്ട്. 1 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അത് എത്രമാത്രം ഈസി ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്, അതിനെയാണ് ഈ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്നുള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷോസ് ഹൗ ഈസിലി ഫ്ലൂയിഡ് ഫ്ലോസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഫോഴ്സ് എക്സെപ്റ്റ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ എഫക്റ്റ് മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ, വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ഫാക്ടറായി വരില്ല. അപ്പോൾ എത്രമാത്രം അത് ഫ്ലൂയിഡ് ഈസിലി ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നുള്ള റെപ്രസെൻറ്റേഷനാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റെയ്നോൾഡ് നമ്പറിൻ്റെ കാൽക്കുലേഷൻ ഫോർ ദ ഫ്ലോ ടൈപ്പ്. അതായത് റെയ്നോൾഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഡൈമെൻഷൻലെസ് നമ്പറാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ് റെയ്നോൾഡ് നമ്പർ. അത് നമ്മൾ പിന്നീട് പോകുമ്പോൾ എല്ലാം പഠിക്കും അതിൻ്റെ കാര്യങ്ങൾ. അത് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ, അതായത് ഫ്ലോ ഏത് നേച്ചറാണെന്ന് പറയുന്ന നമ്പറാണ്. ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ അങ്ങനെയുള്ളതല്ല. ഓക്കെ, പിന്നെ ഇത് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ഇത് വരുന്നത് ലൂബ്രിക്കേഷൻ ആണ്. ലൂബ്രിക്കേഷൻ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഡിസൈൻ ആൻഡ് ഓയിൽ ക്ലാസിഫിക്കേഷൻ കേസിൽ. പിന്നെ പൈപ്പ് ലൈൻ ആൻഡ് ഹൈഡ്രോളിക് ഫ്ലോ അനാലിസിസ് യൂസ്ഡ് ഇൻ ഫ്ലൂയിഡ് ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഇൻ ഇൻഡസ്ട്രി, അവിടെ എല്ലാം യൂസ് വരാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കേസ് നോക്കുവാണെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ലോ വിസ്കോസിറ്റിയാണ്, കാരണം ഈസിലി ഫ്ലോ ചെയ്യും. ഹണി എന്ന് പറഞ്ഞാൽ ഹൈ കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ്, അതുകൊണ്ട് സ്ലോ ആയിട്ട് അത് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു എക്സാമ്പിൾ. എയർ എന്ന് പറഞ്ഞാൽ ഒരു ലോവർ കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ്, ഫ്രീലി മൂവ് ചെയ്യും. അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ പോയിന്റ്സ് ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞതൊക്കെ തന്നെ ഒരു ഇപ്പം മിക്കവാറും ഇതൊക്കെ ചോദിക്കാൻ പോകുന്നത് 3 മാർക്കിനായിരിക്കും, അല്ലെങ്കിൽ ഒരു പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ഇപ്പോൾ 14 മാർക്കിൻ്റെ ആണെങ്കിൽ അതിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എയും ബിയും സെക്ഷൻ ഉണ്ടെന്ന് വെച്ചോ, അതിൽ എ ക്വസ്റ്റ്യനിലോ ബി ക്വസ്റ്റ്യനിലോ ഒരു 4 5 മാർക്കിന് ചിലപ്പോൾ എല്ലാം കൂടെ ഓർമ്മിച്ചിരിക്കാം, അല്ലെ 3 മാർക്കിനും എല്ലാം കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്, എല്ലാ പ്രോപ്പർട്ടീസും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.